സാധാരണ നിലയിൽ CPIMന്റെ പേരിലുള്ള പണം പാർട്ടിയുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുക. എന്നാൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ 2 പേരുടെ സംയുക്ത ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കണ്ടെത്തിയതാണ് വിവാദത്തിന് കാരണം. തൃണമൂൽ കോൺഗ്രസ് നേതാവ് റിസർവ് ബാങ്കിനും ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിക്ഷേപത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. CPIM അനധികൃതമായി സമ്പാദിച്ച റേഷൻ കാർഡിലൂടെ ലഭിക്കുന്ന ധാന്യം വിറ്റ കാശാണ് അക്കൗണ്ടിൽ ഉള്ളതെന്നാണ് ആരോപണം. എന്നാൽ പാർട്ടി അംഗങ്ങൾ നൽകിയ ലെവിയാണ് സംയുക്ത അക്കൗണ്ടിൽ ഉള്ളതെന്ന് പാർട്ടി പറയുന്നു. നേരത്തെ ബിമൻ ബോസിന്റെയും PB അംഗമായിരുന്ന ശൈലേന്ദ് ഗുപ്തയുടെയും പേരിലായിരുന്നു അക്കൗണ്ട്. ദാസ് ഗുപ്തയുടെ മരണത്തെ തുടർന്ന് പാർട്ടി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരുപം സെന്നിന്റെ പേര് ഉൾപ്പെടുത്തിയതെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി നൽകിയ കണക്കിൽ 16 കോടിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ബംഗാൾ ഘടകം പറയുന്നത്. എന്നാൽ ഏതൊക്കെ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാത്ത കണക്കുകളാണ് കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 16 കോടിയുടെ നിക്ഷേപം സംബന്ധിച്ച് ഇതുവരെയും പരസ്യ പ്രസ്താവനയ്ക്ക് കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ വിവാദം കൊഴുപ്പിക്കാനാണ് തൃണമൂലിന്റെ ശ്രമം. മീഡിയ 1, ഡൽഹി.